നമസ്കാരം. അങ്ങനെ 2023 എന്ന വർഷം അവസാനിക്കാൻ പോവുകയാണ്. ഈ വർഷം കാത്തിരുന്ന പ്രധാനപ്പെട്ട ഒരു സിനിമ ഇന്ന് റിലീസായി. KGF-ലെ 2 ഭാഗങ്ങൾക്ക് ശേഷം പ്രശാന്ത് നീൽ സംവിധാനം ചെയ്ത് പ്രഭാസ്, പൃഥ്വിരാജ് എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ സലാർ പാർട്ട് 1 സീസ് ഫയർ. പല കാരണങ്ങൾ കൊണ്ട് കാത്തിരുന്ന ഒരു സിനിമ കൂടെയായിരുന്നു സലാർ. പ്രശാന്ത് നീൽ എന്ന സംവിധായകൻ്റെ KGF യൂണിവേഴ്സ് നമ്മൾ കണ്ടതാണ്, ആഘോഷിച്ചതാണ്. ട്രെയിലറും ടീസറും ഒക്കെ കണ്ടപ്പോൾ ഇത് KGF പോലെ മറ്റൊരു സ്ഥലം എന്ന് തന്നെയാണ് തോന്നിപ്പിച്ചത്. പ്രത്യേകിച്ച് അതിൻ്റെ കളർ ടോൺ അടക്കം. ഇത്രയും വലിയ വിജയത്തിന് ശേഷം പ്രശാന്ത് നീൽ വരുന്നു എന്ന് പറയുമ്പോൾ അതിനുള്ള മരുന്നും അതിനകത്തുണ്ടാകും എന്നൊരു പ്രതീക്ഷ. ബാഹുബലിയോടുകൂടെ പാൻ ഇന്ത്യൻ സ്റ്റാറായി മാറിയ പ്രഭാസ്, പക്ഷേ അതിനുശേഷം വലിയ വിജയങ്ങളിലേക്ക് പോകാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, ബോക്സ് ഓഫീസിൽ തകർന്നടിഞ്ഞ ചിത്രങ്ങൾ കൂടെ ഉണ്ടായിരുന്നു. പ്രഭാസ് എന്ന നടനും താരത്തിനും ഒരേപോലെ പ്രധാനപ്പെട്ടതായിരുന്നു സലാർ. പൃഥ്വിരാജ് കുമാരൻ പ്രധാന വേഷത്തിലെത്തുന്നു. ഗംഭീര ലുക്ക്, ആ പ്രകടനം കാണാനുള്ളൊരു കാത്തിരിപ്പ് കൂടി ഉണ്ടായിരുന്നു. ഇത്രയും പറഞ്ഞത് വെച്ച് അമിത പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്നല്ല, തിയേറ്ററിൽ കാണണമെന്നതിൽ താല്പര്യം ജനിപ്പിച്ച കാര്യങ്ങളാണ്. അപ്പോൾ ഇന്ന് സലാർ പാർട്ട് 1 സീസ് ഫയർ എന്ന സിനിമയെക്കുറിച്ച്. സത്യം പറഞ്ഞാൽ പാർട്ട് 1ൻ്റെ കഥ ഏകദേശം ട്രെയിലറിൽ തന്നെ പറയുന്നുണ്ട്. 1985 തുടങ്ങുന്ന പ്രധാന കഥയുടെ പിറകിലേക്ക് പോയാൽ നൂറ്റാണ്ടുകളുടെ ചരിത്രവുമുണ്ട്. ദേവരത, വരദരാജ എന്നീ കഥാപാത്രങ്ങളെ അവരുടെ ചെറുപ്പകാലം നമ്മൾ പരിചയപ്പെടുന്നു. അന്നത്തെ കുറച്ചേറെ സംഭവങ്ങൾ തന്നെ പ്രാധാന്യത്തോടെ സിനിമയിൽ പറയുന്നുണ്ട്. ഈ 2 സുഹൃത്തുക്കളുടെ കഥ തന്നെയാണ് ചിത്രത്തിൻ്റെ ഒരു ലെയർ എന്ന് പറയുന്നത്. പിന്നെ ആ സ്ഥലം, അവിടുത്തെ മനുഷ്യർ, ജീവിതം. ഇന്നത്തെ കാലത്തെ കഥ പറയുമ്പോൾ പഴയ ചരിത്രം, അതിൻ്റെ ശേഷിപ്പുകൾ, സൗഹൃദവും പകയും പ്രതികാരവുമൊക്കെയായി വലിയൊരു ക്യാൻവാസിൽ തന്നെയാണ് സലാറിൻ്റെ കഥ മുന്നോട്ട് പോകുന്നത്. ഇന്ത്യയുടെ തന്നെ പല സ്ഥലങ്ങളും കഥയുടെ ഭാഗമായി വരുന്നതുമുണ്ട്. ഒരു ലാർജ് സ്കെയിൽ കഥയ്ക്ക് വേണ്ട സ്പേസ് പ്രശാന്ത് നീൽ കൃത്യമായി സെറ്റ് ചെയ്യുന്നുണ്ട്. പ്രശാന്ത് നീലിൻ്റെ KGF പോലെ മറ്റൊരു യൂണിവേഴ്സ് എന്ന നിലയിലാണ് ചിത്രം കണ്ടപ്പോൾ മൊത്തത്തിൽ എനിക്ക് തോന്നിയത്. ഗോത്രഭരണമുള്ള ഖൻസാർ എന്നൊരു പ്രദേശമാണ് സലാറിൻ്റെ കഥയിൽ പ്രധാനമായിട്ടും പരാമർശിക്കുന്നത്. ഒരു സ്റ്റാർ മെറ്റീരിയൽ എന്ന നിലയിൽ പ്രഭാസിനെ മോശമല്ലാത്ത രീതിയിൽ ഈ ചിത്രത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതിന് എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ട് എന്ന് ചോദിച്ചാൽ തീർച്ചയായും യാഷുമായി താരതമ്യം ചെയ്യപ്പെടുമെന്നത് ഒരു വിഷയം തന്നെയാണ്. ഇവിടെ ഞാൻ അങ്ങനെ ഒരു കമ്പാരിസൺ ഒന്നും നിൽക്കുന്നില്ല. ഈ ചിത്രത്തിൽ ഒറ്റയാൾ പട്ടാളം എന്ന രീതിയിൽ അവതരിപ്പിക്കുമ്പോൾ പ്രഭാസിൻ്റെ കഥാപാത്രത്തെ കാണുന്ന സമയത്ത് നമുക്കും ആ ഒരു ഫീൽ ലഭിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു പോസിറ്റീവായ കാര്യം തന്നെയാണ്. ഇമോഷണൽ സീനുകളിൽ പക്ഷേ പലപ്പോഴും പാളി പോകുന്നുണ്ട്. അവിടെ ഡബ്ബിങ്ങും ഒരു വിഷയമാകാം. ഞാൻ മലയാളമാണ് കണ്ടത്. പൃഥ്വിരാജിനെ നല്ല രസമായി തന്നെ സിനിമയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിൽ ആക്ഷൻ സീക്വൻസുകളിലും രണ്ടുപേരും തിളങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഉള്ള അവരുടെ ഒരു സംഭാഷണവും രസകരമാണ്. പൃഥ്വിരാജിൻ്റെ ആറ്റിറ്റ്യൂഡൊക്കെ ആ കഥാപാത്രത്തിന് നന്നായി ചേരുന്നുമുണ്ട്. ശ്രുതി ഹാസൻ ഒട്ടും കൺവിൻസിംഗ് ആയി തോന്നിയില്ല. ജഗപതി ബാബു, ബോബി സിംഹ എന്നിവർ അവരുടെ റോളുകൾ നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. ശ്രീയ റെഡ്ഡി, ഈശ്വരി റാവു എന്നിവരാണ് മറ്റ് പ്രധാന വേഷങ്ങൾ എത്തിയിട്ടുള്ളത്. മിക്ക സ്ഥലത്തും ഓവറായി തന്നെ ഫീൽ ചെയ്യുന്നു. കഥാപാത്രങ്ങൾ പവർഫുൾ ആണ് എന്ന് കാണിക്കാനുള്ള ശ്രമങ്ങൾ പലതും വെറുതെ ആയി പോകുന്ന അവസ്ഥ കൂടെയാണ്. ഒട്ടേറെ കഥാപാത്രങ്ങൾ വേറെയും വരുന്നുണ്ടെങ്കിലും അടി കൊടുക്കാനും അതിനേക്കാളേറെ മേടിക്കാനും എന്ന നിലയിലാണ് കൂടുതലും. ഇമ്പാക്റ്റുള്ള പ്രകടനം എന്ന നിലയിൽ അനുഭവപ്പെട്ടില്ല മിക്കതും. വമ്പൻ ബിൽഡപ്പുകൾ, വിഷ്വലി റിച്ചായി തന്നെ പോകുന്നു. അതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. ബോറടി ഇല്ലാതെ കണ്ടിരിക്കാം. ഒരു മാസ് ആക്ഷൻ ഫിലിം എന്ന നിലയിൽ സിനിമയുടെ ഒരു അവസാനത്തെ അരമണിക്കൂറാണ് എനിക്ക് കൊള്ളാമെന്ന് തോന്നിയത്. ബാക്കിയുള്ളിടത്ത് ബിൽഡപ്പുകൾ ഇങ്ങനെ കൊണ്ടുവരുന്നു, അത് വീണ്ടും അടുത്തതിലേക്ക് പോകുന്നു എന്നല്ലാതെ മൊത്തത്തിലൊരു പഞ്ച് മിസ്സിംഗ് ആണ് എന്ന് തന്നെ പറയാം. രണ്ടാം പകുതിയിലൊരു കൊലപാതകം വരുന്നുണ്ട്. അതിൻ്റെ ഒരു സീക്വൻസ് കിടിലനായിരുന്നു. സ്പോയിലർ ആകുമെന്നതിനാൽ ഏതാണെന്ന് ഞാൻ പറയുന്നില്ല. ഉള്ളിൽ തട്ടിയൊരു ഫീല് എന്ന് പറയാവുന്നത് അത് തന്നെയാണ്. ഡയലോഗ്സ് മൊത്തത്തിൽ അത്ര പവർഫുൾ അല്ല എന്ന് തോന്നി. നറേഷൻ ശങ്കർ രാമകൃഷ്ണൻ അത്യാവശ്യം നീറ്റായി കൊണ്ടുപോയിട്ടുണ്ടെന്ന് പറയാം. പാട്ടുകളും അത്ര രസം തോന്നിയില്ല. പശ്ചാത്തല സംഗീതത്തിലേക്ക് വന്നാൽ ഒരു മൂഡ് ലിഫ്റ്റ് ചെയ്യുന്നതിൽ അത് പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. പക്ഷേ ചിലയിടങ്ങളിൽ വളരെ ലൗഡായി പോയപോലെ തോന്നി. പടം വിഷ്വലി റിച്ചാണ്. പലപ്പോഴും ആ റിച്ച്നെസ്സിൽ തന്നെ ഇങ്ങനെ നിൽക്കുകയും കഥയിൽ കാര്യമായ പുരോഗതി ഉണ്ടാവാതിരിക്കുന്ന സാഹചര്യം കൂടെയാണ്. ഓവറോൾ KGF എന്നൊരു മുൻ മാതൃക പ്രശാന്ത് നീൽ തന്നെ സമ്മാനിച്ചിട്ടുണ്ട്. അതുപോലെ വേറെ ഒരു യൂണിവേഴ്സിൽ നടക്കുന്ന കഥയാണ് സലാർ എന്നൊരു ഫീലാണ് സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ച കാര്യമാണ്. തിയേറ്റർ എക്സ്പീരിയൻസിന് വേണ്ടിയുള്ള കുറേയേറെ കാര്യങ്ങൾ ഈ സിനിമയിലുണ്ട്. അത് കാണുന്ന പ്രേക്ഷകനെ എത്രത്തോളം തൃപ്തിപ്പെടുത്തുന്നു എന്നുള്ളതാണ് വിഷയം. മുൻപേ കണ്ടതിൻ്റെ തുടർച്ചയല്ലേ ഇവിടെ? അഭിനേതാക്കൾ മാറി എന്നതല്ലേ ഉള്ളൂ എന്നൊരു ചോദ്യം ചിലപ്പോൾ വന്നേക്കാം. മാത്രമല്ല അവസാനത്തെ അരമണിക്കൂറാണ് കൊള്ളാം എന്ന നിലയിൽ അനുഭവപ്പെട്ടതും. രണ്ടാം ഭാഗത്തിനായി കാത്തിരിക്കാനുള്ള സംഭവങ്ങളൊക്കെ പാർട്ട് 1 ഇങ്ങനെ ബാക്കി വെച്ചിട്ടുണ്ട്. എങ്കിലും മൊത്തത്തിൽ എനിക്ക് ഒരു ആവറേജ് ഫീലാണ് സലാർ എന്ന സിനിമ സമ്മാനിച്ചത്. നിങ്ങളും സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുന്നു വരുന്നു. അപ്പോൾ മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.